എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഒരു കുട്ടിക്കളിയല്ല, അത്യാവശ്യം ഒരു ഗൗരവമേറിയ ഒരു വാർത്തയാണ്. അപ്പോൾ ആ ഒരു വാർത്തയെ അങ്ങനെ തന്നെ കാണണം. സംഭവം മറ്റൊന്നുമല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ, ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് തന്നെ അവിടെ ഒരു പ്രാർത്ഥനാ യോഗം നടന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനാ യോഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതപരമായിട്ടുള്ള പ്രാർത്ഥന, അതാണ് അവിടെ നടന്നത്. അപ്പോൾ അത് ആകെ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ എല്ലാവരും എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ആദ്യം ഒരു കാര്യം ചെയ്യാം, ആദ്യം ഒരു പ്രാർത്ഥന കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കാര്യം. സംഭവം ഇവർ ഈശ്വര പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഒരു ഈശ്വര പ്രാർത്ഥന നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോഴും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചാനലിൽ കൂടെ സത്യസന്ധമല്ലാത്ത, എനിക്ക് 100% ഉറപ്പ് അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. അത് ഞാൻ ആരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ പറയില്ല. എനിക്ക് സത്യമായിട്ട് തോന്നുന്ന കാര്യമാണ് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടേതാണെങ്കിൽ പോലും അതിനെ നമ്മളെല്ലാവരും മാനിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അത് ക്രിസ്ത്യാനികൾക്കുള്ള ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ ആയാലും, ഹൈന്ദവരുടെ പ്രാർത്ഥനാ രീതികളെ ആയാലും, ഇസ്ലാമിക പ്രാർത്ഥന രീതികളെ ആയാലും എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കുന്നു. എല്ലാം ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവം തമ്പുരാൻ പടച്ച് മണ്ണിലേക്ക് ഇറക്കിയത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മൾ 3 മതവിഭാഗക്കാരുടെയും പ്രാർത്ഥനകളും രീതികളും എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല. ഒരു പ്രാർത്ഥന, അതിപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു വീട് പാല് കാച്ചലാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ പാല് കാച്ചിന് ഒരു പ്രാർത്ഥന ചെയ്യിക്കാം എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അതിലൊരു തെറ്റും പറയാനില്ല. ഒരാൾക്കൊരു സ്ഥാപനം തുടരുന്നു, അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനം, ഓക്കെ, ഒരു പ്രൈവറ്റ് സ്ഥാപനം. അപ്പോൾ ആ ഒരു സ്ഥാപനം ഉദ്ഘാടനത്തിൻ്റെ അന്ന് ആ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, അതുമല്ലെങ്കിൽ ഹൈന്ദവ പാണ്ഡിത്യമുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് പ്രഭാഷണമോ പ്രാർത്ഥനയോ മറ്റെന്തെങ്കിലും ആകട്ടെ അവിടെ നടത്തുന്നു. അതിൽ ഒരു തെറ്റും പറയാനില്ല. അതിൻ്റെ സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. കാരണം അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നതിനും അവരവർക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു കാര്യം, ആ ഒരു അവകാശം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടം, എൻ്റെ വീട്, ഞാൻ കരമടച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ കെട്ടിടം. അപ്പോൾ ആ ഒരു കെട്ടിടത്തിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന വയ്ക്കുന്നതിന്, അത് ക്രിസ്ത്യൻസിൻ്റെതായാലും ഹൈന്ദവരുടേതായാലും ഇസ്ലാമിൻ്റേതായാലും അത് മറ്റാരാൾക്കും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഒരു സർക്കാർ സ്ഥാപനത്തിലാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇത് ഒരു ഹോസ്പിറ്റൽ ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പോൾ ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനത്തിന് എല്ലാ മതവിഭാഗക്കാർക്കും വരണം, അങ്ങനെ തന്നെ ആവണം വേണ്ടത്. പക്ഷേ ഒരു കൂട്ടരുടെ മാത്രം പ്രാർത്ഥന അവിടെ വയ്ക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥന മാത്രം വയ്ക്കുമ്പോൾ അവർ നല്ല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണേ, നന്മ വരണേ എന്നൊക്കെ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനകളെന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, അത് ഏത് വിഭാഗക്കാർ പ്രാർത്ഥിച്ചാലും അത് തന്നെയാണ് പ്രാർത്ഥന.
അപ്പോൾ അവർ നന്മ വരണേ എന്നാണ് അവർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയിൽ തെറ്റില്ല. പക്ഷേ പ്രാർത്ഥിക്കേണ്ട സ്ഥലം ഇതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോഴാണ് എല്ലാവരും ചോദ്യം ചെയ്യാനായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദേശഭക്തി ഗാനങ്ങളാണ് പാടേണ്ടത്. അത് നേരത്തെ തൊട്ട് തന്നെ നമ്മൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അല്ലാതെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു സാധനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നടത്തുന്നത് എന്താണ്? നമ്മുടെ ദേശഭക്തി ഗാനമാണ്. അല്ലാതെ ഈശ്വര ഭക്തി ഗാനങ്ങളല്ല. സെപ്പറേറ്റ് ഓരോ മതവിഭാഗത്തിൻ്റേതായിട്ടുള്ള ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകളോ അല്ല അവിടെ നടത്തേണ്ടത്. അവിടെ നടത്തേണ്ടതെന്ന് പറയുന്നത് ദേശഭക്തി ഗാനങ്ങളാണ്. ജനഗണമന ചൊല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ഭാരതാംബയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങളുണ്ടല്ലോ. ജനഗണമന അല്ലാത്തത് തന്നെ എത്ര എണ്ണമുണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ ചൊല്ലുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കും അതിലൊരു തർക്കം വരില്ല, ആർക്കും ഒരു വഴക്ക് വരില്ല, ഒരു പരാതി വരില്ല, ഒന്നും വരില്ല. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത തന്നെ ഉണ്ടാവാൻ കാരണക്കാരാരാണ്? ഈ ഒരു വാർത്ത ഉണ്ടാവുന്നതിന് പിന്നിലുള്ള ആളാരാണെന്ന് വെച്ചാൽ അത് നോക്കട്ടെ. അയാളുടെ പേര് ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. കായംകുളം നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഇസ്ലാം മത പണ്ഡിതൻ്റെ പ്രാർത്ഥനാ ചടങ്ങോടെ. ഇതാണ് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല വിവാദമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ വിവാദത്തിനുള്ള അവസരമുണ്ടാക്കിയത് ഈ ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിനുള്ള അവസരം ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ മോശമായിപ്പോയി. കാരണം നല്ലൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കാനായിട്ട് വന്നത് ആരാണ്? ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് പിന്നിലാരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവിടെ വന്ന് പ്രാർത്ഥിച്ചവരെയല്ല ഞാൻ പറയുന്നത്, ആ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയവർ, ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവരെ അവിടെ ക്ഷണിച്ചവർക്കാണ് ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വമെന്നേ ഞാൻ പറയത്തുള്ളൂ. വന്നവർക്കല്ല കുഴപ്പം, വരുത്തിയവർക്കാണ്. അവരാണ് ഇതിന് സമാധാനം പറയേണ്ടത്. മറ്റ് മതവിഭാഗക്കാർ, ഇപ്പോൾ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമ്മൾ 3 പേരും ഒരേപോലെ സന്തോഷത്തോടു കൂടി കഴിയുന്നൊരു രാജ്യമാണ് ഇന്ത്യ. മറ്റ് ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ഈ 3 വിഭാഗങ്ങളും ഒരുപോലെ തുല്യരായിട്ട് കഴിയുന്നൊരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ ഈശ്വരഭക്തി ഗാനത്തിനല്ല, ദേശഭക്തി ഗാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ വേണം ആവേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയുകയെന്നെ ചെയ്തു. അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആർക്കെങ്കിലും എന്നോട് വിരോധം ഉണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് സംസാരിക്കില്ല. എൻ്റെ ശരികളാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിലൂടെ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേരിൽ സബ്സ്ക്രൈബ് പിൻവലിച്ച് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആയിക്കോളൂ, സന്തോഷം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഇഷ്ടപ്പെടാതെ ഉള്ളവരുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.